അസ്സലാമു അലൈക്കും. ഇന്നലെ നമ്മൾ കേട്ട ഒരു വാർത്ത, ഒരു ഞെട്ടുന്ന വാർത്ത. എന്താല്ലേ അത്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടാറില്ല. കാരണം ഇപ്പോൾ നമ്മൾ നിരന്തരം ഇങ്ങനെ ഓരോ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പുതുപ്പാടി എന്ന സ്ഥലത്ത് സുബൈദ എന്ന ഉമ്മയെ സ്വന്തം മകനായ ആഷിഖ് 25 വയസ്സുള്ള മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു. 25 വയസ്സുകാരനായിരുന്ന ആഷിഖ് +2 വരെ നാട്ടിൽ തന്നെയാണ് പഠിച്ചത്. ആയിടക്കാണ് ഡിഗ്രിക്ക് വേണ്ടി കോളേജിൽ അഡ്മിഷൻ ലഭിച്ചത്. കോളേജിൽ ചേർന്ന ശേഷം ലഹരിക്കടിമയായി. അപ്പോഴാണ് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ആഷിഖ് പോലീസ് പിടിയിലാവുന്നത്. അതിനുശേഷം ബാംഗ്ലൂരിലുള്ള ഡി അഡീഷണൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. 3 ദിവസം മുമ്പാണ് അവിടെ നിന്നും നാട്ടിലെത്തിയത്. ഉമ്മയെ കാണാനെന്ന വ്യാജേനയാണ് വീട്ടിലെത്തിയതിനു ശേഷം കൂട്ടുകാരുമായി പുറത്തുപോയി വന്നതിന് ശേഷം അടുത്ത വീട്ടിൽ നിന്നും കൊടുവാൾ വാങ്ങി തേങ്ങ പൊളിക്കാനാണെന്നും പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവന്നു സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തി. സുബൈദ തൻ്റെ സഹോദരിയുടെ വീട്ടിലായിരുന്നു. ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റിലായിരുന്നു. ആ സമയത്താണ് വെട്ടിയത്. പലതവണ പൈസക്ക് ആവശ്യപ്പെട്ടിരുന്നു ആഷിഖ് ഉമ്മയോട്. സ്വത്ത് വിൽപ്പന വിസമ്മതിച്ചതുമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് അവൻ പറയുന്നത്. അവൻ മുമ്പും കൊല നടത്താൻ ശ്രമിച്ചിരുന്നു. മകന് 1.5 വയസ്സായപ്പോഴാണ് അവൻ്റെ പിതാവ് അവൻ്റെ ഉമ്മയെയും അവനെയും ഉപേക്ഷിച്ചു പോയത്. വളരെ കഷ്ടപ്പെട്ടാണ് മോനെ ആ ഉമ്മ വളർത്തിയത്. ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടായിരിക്കും ആ ഉമ്മ മകനെ വളർത്തിയത്. ഒരു ജീവൻ്റെ തുടിപ്പ് തൻ്റെ ഉദരത്തിൽ വളരുമ്പോൾ അറിഞ്ഞപ്പോൾ ആ ഉമ്മ എത്രമാത്രം സന്തോഷിച്ചിട്ടുണ്ടാവും. എന്നെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ അത്രയും വേദന സഹിച്ച് എല്ലാം മറന്ന് ആ പൊന്നുമോൻ്റെ മുഖം കണ്ടപ്പോൾ അനുഭവിച്ചതൊന്നും ഒരു പ്രശ്നവുമില്ലാതെ ആയിട്ടുണ്ടാവും. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ഒരു ഉറുമ്പ് പോലും കടിച്ച് എൻ്റെ മകനെ വേദനിപ്പിക്കരുത് എന്ന ചിന്തയോടെ ആയിരിക്കില്ലേ വളർത്തിയത്. നമ്മുടെ മക്കൾക്കൊക്കെ ഒരു അസുഖം വന്നാൽ വേവലാതിയാണ്. നമുക്ക് ഉറക്കമോ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നില്ല. ഭയങ്കര ടെൻഷനായിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് സുഖമായാൽ മതിയായിരുന്നു എന്ന ചിന്തയായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കി വളർത്തുന്ന നമ്മുടെ പൊന്നുമക്കൾ നമ്മളോട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഏത് ഉമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക? ആ ഉമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എൻ്റെ മക്കൾ എന്നെ ഇങ്ങനെ വെട്ടിക്കൊല്ലുമെന്ന്. എല്ലാത്തിനും കാരണം ലഹരിയാണ്. ഇന്ന് നമ്മുടെ മക്കളെ കാർന്നു നിന്നുന്ന ഒരു ഇതാണ് ലഹരി. എന്തു ചെയ്യും? നമ്മൾ അള്ളാഹുവിനോട് പറയുക എന്നല്ലാതെ നമുക്ക് ഒരു വഴിയുമില്ല. തവക്കൽത്തു അലല്ലാഹ്. പ്രാർത്ഥിക്കുക 5 നേരവും ഉള്ളുരുകി മക്കളെ നന്നാക്കാൻ വേണ്ടി, സ്വാലിഹായ മക്കളാക്കാൻ വേണ്ടി.